ചേട്ടാ അയ്യോ ചേട്ടാ ചേട്ടന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ ഗായ്സ്, ഇത് ആരാന്ന് മനസ്സിലായോ? മറ്റേ ആ രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സിനെ ഒക്കെ വലിച്ചു കീറി എഴുതുന്നത് ആ ചേട്ടനാണ്. ചേട്ടാ പറ ചേട്ടാ, എന്നുണ്ട് വിശേഷം? നല്ല തന്നെ. നിങ്ങൾ പുസ്തകമൊക്കെ വായിച്ച റെഫറൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടല്ല ചെയ്യുന്നത്? നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന റെഫറൻസ് ഒക്കെ നോക്കിയിട്ടാണ്. ചേട്ടാ ഞങ്ങളുടെ ചാനലുണ്ട് ചേട്ടാ, ഒന്ന് നിങ്ങൾക്ക് ചാനലുണ്ടോ? ആ ചേട്ടാ ഉണ്ട്. ഏതാണ് പേര്? മറ്റേ ട്രൗസർ ഊരുന്ന പാതിരാക്കി. അത് ഞാൻ കണ്ടിട്ടില്ല. അയ്യോ എന്റെ ചേട്ടാ ഭയങ്കര ഇതാണ്, ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്. ഞങ്ങൾക്കിപ്പോ 2 മില്യന്റെ മേളിൽ വ്യൂവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം. നല്ല കാര്യം. ചേട്ടൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ലേറ്റസ്റ്റ് വീഡിയോ ഏതാണ് നിങ്ങളുടെ? അത് സൂപ്പർ ഹിറ്റ് അല്ലേ ചേട്ടാ? മറ്റേ KSRTC ബസ്സിൽ മറ്റേ മാസ്ക് ഇട്ട് കേറിയിട്ട് പിടിച്ചില്ല പിടിക്കൂല. പക്ഷെ ഞങ്ങളുടെ ടൈമിങ് അല്പം മാറിപ്പോയി. എന്തെങ്കിലും ഒന്ന് തട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ മറ്റേ മഹിളാ സമാജക്കാരെയൊക്കെ കൂട്ടി ഞങ്ങൾ തകർത്തേനായിരുന്നു. നിന്നെ പോലെ ഞങ്ങളൊന്ന് കാണാൻ നോക്കിയിരുന്നായിരുന്നു. എന്ത് ചേട്ടാ, നിനക്കൊക്കെ നാണൂല ഇങ്ങനത്തെ ചെയ്യാനായിട്ട്? അല്ല ചേട്ടാ, ഞങ്ങൾ ആ ചേട്ടന് ഉപദ്രവം വരാതിരിക്കാനായിട്ട് അയാളുടെ ഫേസ് ഒക്കെ പുള്ളിക്കാരന്റെ കുടുംബം എന്തോരം പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടാവുന്ന അറിയാം. നിനക്കൊക്കെ നല്ല വീഡിയോസ് എടുക്കാനായിട്ട് റീച്ചിന് വേണ്ടിട്ടല്ലേ ചേട്ടാ? എന്ത് റീച്ചാന്ന് പറഞ്ഞ ഒരാളുടെ കുടുംബ സ്വാതന്ത്ര്യം ഒക്കെ നോക്കിയിട്ടാണ് ചേട്ടാ. അതല്ല, ഞങ്ങളാണെങ്കിൽ സിനിമാക്കാരുടെ വരെ പിടിക്കാറുണ്ട്. ആരുടെ വേണമെങ്കിൽ പിടിച്ചാലും എന്താണ് കാര്യം? അതായത് നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യും. ഈ നല്ല നല്ല കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യൂസ് കുറവായിരിക്കും. കാരണം വെച്ചാൽ അവര് ഈ ഞങ്ങളെ പോലെ റെഫറൻസ് ഒക്കെ നോക്കി വ്യക്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ. അത് ചേട്ടാ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് മറ്റേ ഈ ചാനലിന് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ആൾക്കാർ ഞങ്ങൾക്ക് സ്റ്റാറും പൈസയൊക്കെ അയച്ചു തരും. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ മറ്റേ രാഷ്ട്രീയ, അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ മൂഞ്ചി തെറ്റിയിരിക്കുന്നു. എടാ ഞങ്ങൾ നോക്കി ചെയ്യണത് ഞങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അല്ലാതെ നമ്മൾ ഈ തട്ടിക്കൂട്ടുള്ള പരിപാടിയും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. കുടുംബം നശിപ്പിച്ചുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാറില്ല. മനസ്സിലായോ? നീയൊക്കെ ഒന്ന് പോയിക്കേ. നിന്റെ ഒക്കെ സംസാരിച്ചാൽ തന്നെ കുലം വരെ മുടിഞ്ഞു പോകും. നീ പോയേ ഓടോ. തന്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യമില്ല. ഹലോ ഗൈസ്, ഇയാള് വലിയ യൂട്യൂബർ ആണെന്ന് പറയുന്നത് കണ്ട. ഈ മോന്ത കണ്ട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു കേസിൽ ഇയാളോട് സാദൃശ്യമുള്ള ഒരാളുടെ മോന്ത ഉണ്ടായിരുന്നു. പിന്നെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിക്കോടാ. അതെ